ഹലോ ഗായ്സ് വാട്സപ്പ് എല്ലാ മനുഷ്യരുടെ പുതിയൊരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലോറിംഗ് ആണ് ഗൈസ്. നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ ഇവിടെ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഗുഹയിൽ പോയി എല്ലാം ലൂട്ടൊക്കെ പറക്കിയിട്ട് നമുക്കൊരു അയൺ പിക്കാക്സിനുണ്ടാകാനുള്ള 3 അയൺ കിട്ടി. നമ്മളത് വെച്ചൊരു പിക്കാക്സ് ഉണ്ടാക്കി ഗൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലോറിംഗ് ആണ് ഗൈസ്. ഞാൻ ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഇച്ചിരി നടന്നു വരുമ്പോൾ തന്നെ ഈ സാധനം ഈ ഒരു ഏരിയ പോലെ കിടന്നു നടുക്കൊരു ഇതിൻ്റെ ചുറ്റിങ്ങനെ സ്ഥലം. അപ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് ഇതായിരിക്കും നമ്മുടെ ബേസ് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയൊക്കെ നമ്മൾ സക്സസ് ചെയ്തു. പക്ഷേ ഇതിന് പുറത്തോട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് പുറത്തേക്ക് പോയി ഇച്ചിരി എക്സ്പ്ലോറിംഗ് ഒക്കെ നടത്തി പറ്റുമെങ്കിൽ ഒരു വില്ലേജും കണ്ടുപിടിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഗൈസ് അധികം ടൈപ്പ് യൂസ് ചെയ്താൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ഗൈസ്. നമ്മളതിൽ ഫുഡും ഇല്ല, അതാണ് മെയിനുള്ള ഒരു കാര്യം ഗൈസ്. നമുക്കൊരു ബോട്ട് ഉണ്ടാക്കും. ബോട്ട് നമ്മളൊരെണ്ണം ഉണ്ടാക്കിയത് എവിടെ? നമ്മൾ ബോട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിരുന്നു ഗൈസ്. അതെ, 2 പന്നിയുണ്ട്, അതിനേമില്ല. നമ്മൾ 2 ബോട്ട് ഉണ്ടാക്കിയത് എവിടെയോ ഇതിനെ പോലില്ല. മരം സ്ട്രിപ്പ് ചെയ്ത് ഗൈസ്. ഓക്കെ, പിന്നെ ഏതെങ്കിലും കൂടുതൽ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഓക്കെ. ഇവിടെ ആക്ച്വലി ഒരു കോഴീനെ കൂടെ ഞാൻ കണ്ടല്ലോ. ഈ 3 തന്നെ ഉള്ളൂ ഇവിടെ. സാരില്ല, നമുക്കൊക്കെ തൽക്കാലം ഉള്ളത് വെച്ച് തിരിച്ച് ഞാൻ ഇവിടെ നിന്ന് സ്ട്രിപ്പ് ചെയ്തിട്ടില്ല ഗൈസ്. ഇവിടെയൊക്കെ നമുക്ക് സ്ട്രിപ്പ് ചെയ്യാം ഗൈസ്. ഓക്കെ, നിങ്ങളതിന് ഡോൺ വെറി ഗൈസ്. തുമ്മി ഞാൻ മരിക്കുമെന്നു. അയ്യോ, കുഴപ്പമില്ല, എൻ്റെ അടുത്താ കളി. നമുക്കിവിടെയൊക്കെ സ്റ്റെപ്പ് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, സ്റ്റെപ്പ് പറക്കി യെസ്. ഓക്കെ, നമുക്കിവിടെയൊക്കെ സ്റ്റെപ്പ് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, ഞാൻ വെച്ചിട്ട് തണ്ടർ സ്റ്റോമാണ് നൈറ്റ് ആയില്ലേ. അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഇച്ചിരി ലൈറ്റിങ് ചെയ്യണം ഗൈസ്. ഇച്ചിരി ടോർച്ച് എടുത്തിട്ട് ലൈറ്റിങ് ഇവിടെ അങ്ങ് ചെയ്തേക്കാം. തൽക്കാലമാണ് ഗൈസ്. ഇത് ഇവിടെ വരണം, ഇങ്ങനത്തെ ഇവിടെ വരണം. ഓക്കെ, ഇനി പുറത്തേക്ക് പോയിട്ടേ ഇവിടെ കംപ്ലീറ്റ് അങ്ങ് ടോർച്ച് വെച്ചൊന്ന് മിന്നിച്ചേക്കാം ഗൈസ്. ഇല്ലെങ്കിൽ ശരിയാവൂല. ഈ രാത്രി ഇവിടെ ഒരു സൗണ്ട് ഇട്ടില്ലേ? രാത്രി ഇവിടെ ഇറങ്ങാനേ പറ്റൂല. ഓക്കെ, 5 ടോർച്ചും കൂടെ ഉള്ളൂ. ബാക്കി 5 ടോർച്ച് വെച്ചേക്കണത് ഞാൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാനാണ് ഗൈസ്. ഇവിടെ വെക്കാം. ടോർച്ച് വച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു ക്രീപ്പർ സ്പോണായി. ഇനി നമുക്ക് ഇവിടെ നിൽക്കണം. അത് സേഫ് അല്ലാതെ തോന്നണം ഗൈസ്. ഓക്കെ, നമ്മൾ അത്യാവശ്യം ലൈറ്റിങ് വയ്ക്കാനും പറ്റൂലല്ലോ. പക്ഷേ അപ്പോൾ ഇവിടെ ഒരു മരം പുറത്തേക്ക് വെച്ചേക്കാം. എൻ്റെ അടുത്ത കളി. ഓക്കെ, നമുക്ക് അധികം വൈകിയത് എക്സ്പ്ലോറിങ്ങിന് പോകാം. അതല്ല പണി. ഇവിടെ നിന്ന് ഇങ്ങനെ ചത്ത് ഇതാ എനിക്ക് അറിയാമായിരുന്നു. കുഴപ്പമില്ല, ഇത് പറിച്ചെടുത്തേ. എനിക്ക് പണി കിട്ടി. കണ്ട, ഇതൊക്കെ ആക്ച്വലി ഈ ഗുഹയൊക്കെ കണ്ട, ഇവിടെയൊക്കെ ഞാൻ ഇതൊക്കെ വെച്ചതാണ്. അതൊക്കെ പോട്ടെ ഗൈസ്. അയ്യോ, ഇനി മണ്ടയിൽ ഇനി കയറണമല്ലോ. കേറട്ടങ്ങനെ കേറട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങനെ നമുക്ക് ഒന്ന് കിടന്നുറങ്ങിയിട്ട് നമുക്ക് അവിടെ പോവാം ഗൈസ്. എക്സ്പ്ലോറിങ്ങിന് പോവാം. ഓക്കെ, ഇത് ഇവിടെ വന്നിട്ട് എത്രാമത്തെ നൈറ്റ് ആണെന്ന് തന്നെ ഗൈസ്. കുറേ നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ഒരു ഓക്ലോഗ് നമുക്ക് അത്യാവശ്യമുണ്ട് ഗൈസ്. ഞാൻ ഇതിനെ ഒന്ന് ഇച്ചിരി ഓക്ലോഗ് എടുത്തേക്കാം ഗൈസ്. അയ്യോ, ഇവിടെ കോൾ ഓൾറെഡി ഉണ്ടായിരുന്നു. വെറുതെ. അപ്പോൾ ഇത് സ്മെൽറ്റ് ആവട്ടെ. 3 ടോർച്ചുണ്ട്. ഓക്കെ, മുന്നിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കാം ഗൈസ്. അത് ഓക്കെ, മുന്നിൽ വയ്ക്കണേക്കെ കൊള്ളാം. പക്ഷേ എൻ്റെ പൊന്നെ, മോനെ ക്രീപ്പറെ പൊട്ടിത്തെറിച്ചേ. ഓടിക്കൂ. ഞാനിവിടത്തെ കാരനല്ല.
എൻ്റെ പൊന്നു. ഓക്കെ, പിന്നെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്നെ. ബോട്ട്സ് നമ്മളത് ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കി മേളിൽ കൊണ്ട് നമ്മുടെ കോർഡിനേറ്റ്സ് കാണിക്കും. അതിൻ്റെ താഴെ തന്നെ നമ്മൾ എത്ര ദിവസം സ്പെൻഡ് ചെയ്തെന്ന് കാണിക്കും. നമ്മളിപ്പോൾ എത്ര ദിവസമായി? അയ്യോ, 9 ദിവസം കണ്ടായി ഗൈസ്. 9 ദിവസമായി ഗൈസ്. ഓക്കെ, 3 കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നൈസായിട്ട് എക്സ്പ്ലോറിങ്ങിന് അങ്ങ് പോയേക്കാം ഗൈസ്. ഓക്കെ, ആദ്യം ചിക്കൻ പോപ്കോൺ കഴിച്ചിട്ട് നമുക്ക് തുടങ്ങിയാം ഗൈസ്. ഓക്കെ, ഇവിടുന്ന് ഒരു താഴെ ഇറങ്ങാനൊക്കെ വഴി നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. അമ്മേ, ബോട്ടിൽ ക്രീപ്പർ ചത്ത് 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 ചത്തില്ല. ബോട്ട് മാത്രം പോവാതിരുന്നാൽ മതി. എനിക്കിനി വയ്യ തെറ്റി. ഓക്കെ ഓക്കെ ആക്കേ. അപ്പം അഡ്വഞ്ചർ ടൈം ഗൈസ്. ഈ പട്ടീനെയൊക്കെ നമുക്ക് ടൈം ആക്കാം. കുഞ്ഞു പട്ടിയാണ് ഗൈസ്. ഓക്കെ, ടൈം ആക്കാം. അതിന് മുമ്പ് എനിക്ക് കയറാനുള്ള നല്ല സ്ഥലം വേണം ഗൈസ്. ആ സാധനമുള്ള സ്ഥലത്തൊക്കെ പിടിച്ചേക്കാം. അല്ലെങ്കിൽ ഏത് സ്ഥലവും കയറാൻ എളുപ്പം. ഈ സ്ഥലം കുറച്ചും കൂടി ഡ്രോൺ. എൻ്റെ പൊന്നെ, ഡ്രോൺ അല്ല കേട്ടോ, ഡ്രോൺ. ഈ സ്ഥലമാണ് കയറാൻ ഇച്ചിരി കൂടി എളുപ്പമുണ്ട്. ഇത് നമ്മൾ ആ ഗുഹയിരിക്കുന്നത്. അവിടെ നിന്നേ ഒരു ചത്തി. എൻ്റെ പൊന്നെ, ഒന്നും പറയണ്ട അവിടുത്തെ കാര്യം. ഒരു 1.5 ചാവലായിരുന്നത്. ഓക്കെ, അതൊക്കെ പോട്ടെ. അയ്യോ, ഇത് കയറാൻ ഇവിടെ നിന്നൊരു ബ്ലോക്ക് എടുത്ത് പറയാം. എൻ്റെ മേളിൽ കയറി ഞാൻ ഇപ്പോൾ വരാം ഗൈസ്. അങ്ങനെ ഫൈനലി എൻ്റെ പൊന്നിന് കുറേ നേരം എടുത്ത്. എൻ്റെ വീട് ഇരിക്കുകയാണ്. ഇത് ഇച്ചിരി സൈഡിലേക്കായി പോയില്ലേന്നൊരു ഡൗട്ട്. അത് കുഴപ്പമില്ല ഗൈസ്. മുന്നിൽ നിന്ന് കാണുമ്പോൾ ബാക്കിൽ നിന്ന് കാണുമ്പോഴേക്കും അങ്ങനെ തോന്നുന്നു. അപ്പോൾ നമുക്ക് അത് റൂണ്ട് ബോട്ടിലല്ലേ ഗൈസ്. എൻ്റെ പൊന്നെ, ലക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ ദൈവമേ, ഇത് നല്ലത് കാണണേ. അതൊരു ചെറിയ കേവൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പിന്നെ വരാം ഗൈസ്. ഓക്കെ ഓക്കെ, എവിടെ പോയിരിക്കുന്നത്? അപ്പം നമുക്ക് കുറച്ച് എപ്പിസോഡിനുള്ളിൽ നമുക്ക് ഒബ്സിഡിയൻ ഉണ്ടാക്കി നമുക്ക് നെതർ പോർട്ടിൽ പോകാൻ പറ്റില്ലേ? ഇവിടെ എത്ര എണ്ണം വേണം? 1 2 3 ഇവിടെ 2 എണ്ണം ഉണ്ട്. കുറച്ചധികം വേണം ഗൈസ്. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. ഒബ്സിഡിയൻ പെട്ടിൻ്റെ ഉള്ളിലുണ്ട്. അത് കൊള്ളാം. അപ്പം നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കിയാലോ? എവിടെ പെട്ടിയിരിക്കുന്നു? ശുഭദിനം. നമുക്ക് ഇതെടുത്ത് വെച്ചേക്കാം. ഇതെടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് ടെമ്പററി ബ്ലോക്ക് ഒന്നേ. അയ്യോ, ഇരുന്നോട്ടെ. യെസ്, മതിയില്ലേ? തൽക്കാലം ഇത്രയും ബ്ലോക്ക് മതിയെന്ന് തോന്നണം ഗൈസ്. നമുക്കിനി മേളിലേക്ക് അങ്ങ് കയറാം ഗൈസ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു സംഭവിച്ചത് ഗൈസ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. വളരെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് സംഭവിച്ചത്. ഓക്കെ, അത് വളരെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ചാട്. ഓക്കെ, ഈ ബ്ലോക്ക് ആദ്യം എടുക്കുക. ഇങ്ങനെയല്ലേ? അല്ലല്ല, മാറിപ്പോയി. ഇവിടെ നമുക്ക് എന്നിട്ട് ചാടി. ബ്ലോക്ക് മാറിയില്ല. ഓക്കെ, മാറിപ്പോല്. ഒന്ന് ഐ തിങ്ക് ഇസ് ഫിനിഷ്. അല്ല ഗൈസ്, 3 എണ്ണം ഉണ്ടോ? ഇത് പൊട്ടിച്ചെടുക്കാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അത് പൊട്ടിച്ച് എൻ്റെ പിക്കാക്സ് പോയി ഗൈസ്. കുറേ സമയം എടുത്തു നിങ്ങൾക്ക്. എൻ്റെ പൊന്നെ, കാരണം രാത്രി ആവാറായി ഗൈസ്. എൻ്റെ പൊന്നെ. ഓക്കെ, നമ്മൾ എക്സ്പ്ലോറിങ്ങിന് വന്നതാണെങ്കിലും പക്ഷെ സംഭവിച്ചത് വേറെ ആയിപ്പോയി. കറക്റ്റ് 2 സൈഡ് നോക്കാൻ പറ്റും. നമുക്ക് വെച്ചാലോ? വെറുതെ ഇരിക്കല്ലോ. ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റ്. ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? 1 മിനിറ്റ്. ഇതെന്തിനാണാവോ?
അറിയില്ല, അതൊക്കെ പോട്ടെ. പക്ഷെ രാത്രി അവർ അയ്യോ നമ്മൾ കണ്ടോ, നമ്മൾ വീടിൽ നിന്ന് വലുതായിട്ട് ദൂരമില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന സംഭവം. ചാടാൻ മറ്റേ അയ്യോ 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 3-4 സോംബീസ് അവിടെ. എൻ്റെ പൊന്നെ, ഇവിടുന്ന് ഓടിയ ചാവൂന്ന് പറഞ്ഞ ഉറപ്പാണ് ഗൈസ്. അയ്യോ വീട് വരെ എങ്ങനെ എത്തും? ചത്ത് ഭാഗ്യം. പക്ഷെ കുറച്ച് പൊട്ടാറ്റ ഇതൊക്കെ പോയുള്ളൂ. അയ്യോ എന്തായാലും കാര്യമില്ലല്ല, അയൺ വേണ്ടേ? നമുക്ക് തൽക്കാലം നമുക്ക് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടി വരണം. കുറച്ച് സ്റ്റേക്സ് ഒക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ. നമുക്ക് മൈനിങ്ങിന് പോകാൻ കഴിച്ച് നമ്മുടെ തൽക്കാലത്തേക്കുള്ള എന്താ അഡ്വഞ്ചർ ജേണി നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കും. ഓക്കെ, നമ്മുടെ ആവശ്യം എവിടെ? ബോട്ട് എവിടെ? ബോട്ട് നമ്മൾ അവിടെയല്ലേ ഒതുക്കിട്ടെ. ഈ വള്ളി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അയ്യോ മോളിൽ കയറി, ഇതിൽ കൂടി അല്ല പോണ്ടേ, തിരിഞ്ഞു പോയി. ഇതാണ് കഴിച്ചാണ് ഇവിടെ ഇപ്പോഴും കയറാൻ. ഇങ്ങനെയാണ് കഴിച്ച് ഇതിൻ്റെ ഓരോ പണികൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ച്. ഇതൊരു ഫിനിഷ് ആയിട്ടില്ല. ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കഴിച്ചില്ല. അതെടുക്കാൻ പോകുന്നോന്ന് ചോദിച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ എടുക്കാം കഴിച്ച്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ ടോർച്ചും എടുത്തുകൊണ്ട് വരാൻ പോട്ട. അത്യാവശ്യം ടോർച്ച് നമുക്ക് അയ്യോ ടോർച്ച് എടുക്കുന്ന പോലെ ഇനി പറഞ്ഞോല. അയൺ പിക്കാക്സ് എടുത്തോണ്ട് ഫുഡും കിട്ടി. മാഗ്മ ബ്ലോക്ക് നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് വെളിച്ചം കിട്ടുമോയെന്ന് ചോദിച്ചാൽ ഇല്ല, ഇച്ചിരിയോ വെളിച്ചം കിട്ടുന്നുണ്ട്. ഇല്ല അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഇവിടെ വീഡിയോ ഈണല്ലേ ഇത്? എൻ്റെ പൊന്നിനെ കണ്ടുപോലും ഇല്ലേ അയൺ. അമ്മേ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടവരിൽ നിന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എൻ്റെ അയ്യൻ എടുക്കില്ലടാ, എൻ്റെ അയ്യൻ തടാ ഇട്ട് ഓടിയോ. ഒരു നിമിഷം പോലും നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല, ഒരു നിമിഷം പോലും. 5 അയൺ കിട്ടി ഗൈസ്. സ്പീഡിൽ പോട്ടെ. ഒരു നിമിഷം പോലും നമ്മളവിടെ നിൽക്കാൻ പാടില്ല. എന്തിനാ ഫയർ അതിൻ്റെ ഉപയോഗം ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയാ ഗൈസ്. നെക്കിപ്പിടിച്ച ഇല്ല. അപ്പോൾ ഗൈസ് ഇത് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത്. അതിലൊന്നാണ് ഇനി നെതർ പോർട്ടിൽ പണിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഗൈസ്. നമ്മുടെ വീട് ആ പോർട്ട് നമ്മൾ ഞാൻ നെതർ പോർട്ടിൽ പണിയുമെന്ന് ഞാൻ ഇതുവരെ സത്യമായിട്ട് വിചാരിച്ചില്ല. എൻ്റെ പൊന്നെ, അത് പറഞ്ഞ് തീരുമ്പോഴായിരുന്നു ഓരോ ദൈവത്തിൻ്റെ ഓരോ കളികൾ. ആൻഡ് നമുക്ക് കിട്ടിയ സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ബാക്കിയുള്ള നമ്മൾ ഇൻവെൻറ്ററി ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഇത് ഇപ്പം വരാം. ഓക്കെ, നമുക്ക് എന്തായാലും ഉണ്ടാക്കേണ്ട സ്റ്റീലിന് ഫ്ലിൻറ്റും ഉണ്ട്. അതിന് നമുക്ക് ഫ്ലിൻറ്റ് കണ്ടെത്തണമല്ല. ഗ്രാവല് ഒരു ഗ്രാവല് കണ്ടെത്തിയതായിരുന്നു. അത് ഇരിക്കുന്ന ഗ്രാവലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇത് എന്താ, ഞാൻ എപ്പോഴും വെള്ളത്തിലേക്ക് ചാടാൻ നോക്കിയാൽ കരയിലേക്ക് ചാടും. എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടി. MLG കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കളിക്കുന്നുണ്ട്. ക്ലേ ഉണ്ട്, ക്ലേ ഒക്കെ നമുക്ക് ഇപ്പം വേണ്ടാണെന്ന് തോന്നുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഫ്ലിൻറ്റ് കിട്ടണമാതിരി നമുക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കല്ലോ. ഒരെണ്ണം മതി ധാരാളം. സൂപ്പർ ഗൈസ്, ഇതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ഓക്കെ, ഒരു സ്മെൽറ്റ് ആയിട്ടുണ്ടാകും ഗൈസ്.
ഓ ഗൈസ് നമ്മുടെ ആദ്യത്തെ നെതർ പോർട്ടൽ പണി ഗൈസ്. ഞാൻ ഒരിക്കലും ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ ആവേണ്ടതല്ല ശരിക്കും പറഞ്ഞു, വെറുതെ കോർഡിനേറ്റ്സ് വാങ്ങിയിട്ട് കുഴപ്പമില്ല ഗൈസ്. 10 ദിവസം നമ്മളെന്തായാലും ഇവിടെ കളിച്ചിട്ടുണ്ട്, അത് തന്നെ വലിയ കാര്യം. ഓക്കെ ഞാൻ അയ്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മളെന്തായാലും അഡ്വഞ്ചർ അത് തന്നെ ഈ നമ്മൾ ചെയ്യുന്നത്. അയ്യോ ഇവിടെ സ്മെൽറ്റായി, 5 അയൺ സ്മെൽറ്റായി. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ 1 2 3 അപ്പം യെസ് ഗൈസ്. അങ്ങനെ ആദ്യത്തെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. ഉണ്ടാക്കി ഗൈസ്. നമ്മളെന്തായാലും ഒരു ഷീൽഡും കൂടി ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് നമുക്ക് ഈ ബാക്കി വന്ന 3 അയണും കുറച്ച് വുഡും അവിടെ എടുത്ത് വെച്ചേക്കാം. നമുക്ക് എന്നിട്ട് തിരിച്ച് നമ്മുടെ അങ്ങനത്തെ പോർട്ടലുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാം ഗൈസ്. മാഗ്മ ബ്ലോക്ക് അവിടെ തിളങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയതാണ്. അയ്യോ ഇവിടെ ആ സൈഡിലേക്ക് ജാതര പോണ്ട് കണ്ടത്. അമ്മേ ഇനി ഇത് കയറണമല്ലോ അങ്ങറ്റമ്പര. അയ്യോ അയ്യോ ഇതൊരു കയറണ ഒരു ചടങ്ങാണ് ഇത്. എന്നാലും ഞാൻ ഇത് ചടങ്ങെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ചടങ്ങൊന്നും ഇല്ലെങ്കിലും ചടങ്ങാണ് ഗൈസ്. ഇത് മറ്റേ സാധനം ഇല്ലേ, പട്ടിക്ക് ആർമർ ഇടണ സാധനം, ഇടണ സാധനം അതൊക്കെ ഇവിടെ ഉണ്ടല്ലേ. ഇത് മറ്റേ ബയോമാണല്ലേ. അയ്യോ ഏത് ബയോം മറന്നുപോയി. ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് വളരെ വളരെ ലക്കിയായിരുന്നു ഗൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇനി നമുക്ക് കോളിൻ്റെ ആവശ്യമൊന്നും വരില്ല എന്ന് തോന്നുന്നു. കാരണം ഇതൊരു മുകളിൽ ഇങ്ങനെ കത്തിച്ച് കൊടുക്കാൻ പറ്റില്ല. അയ്യോ പണിയുടെ അയ്യോ ക്രൗച്ചി മോനെ ഒന്ന് നീങ്ങുന്നു മോനെ. പോലെ ശേ അങ്ങനെ ചെയ്യാൻ ഗൈസ്. ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യത്തെ നമ്മുടെ നെതർ പോർട്ടൽ ഇത് എപ്പിസോഡ് 2 അല്ലേ ഗൈസ്. എൻ്റെ പൊന്നെ 2 തന്നെ വലിയ വലിയ കാര്യമുണ്ട് ഗൈസ്. ചാവയുണ്ട്, പിന്നെ ചാവാൻ നിൽക്കണ്ട, അതങ്ങ് അടച്ചേക്കാം. ഓക്കെ റെഡി 1 2 3 അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന സാധനമാണ്. 1 2 3 അപ്പം യെസ് ഗൈസ് ഫൈനലി യെസ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് കുറച്ചൊന്നൊന്ന് സേഫ്റ്റി ആക്കാം ഗൈസ്. അതിന് വേണ്ടി ഇതേ കോബിൾ സ്റ്റോൺ കൊണ്ട് ഇതിട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ നെതർ ഹബ്ബും ഒക്കെ ഉണ്ടാക്കുമല്ലേ ഗൈസ്. ഇപ്പം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുതായിട്ടൊന്ന് ഇത് നമ്മുടെ മറ്റേ ഗുഹയല്ലേ. നെതർ ഹബ്ബ് പോലില്ല. ഹബ്ബ് എന്നാൽ വെറുതെ ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കയറിച്ചുള്ള ഏത് ബയോമില്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അതുകൂടി നോക്കിയിട്ട് കാണേണ്ടത് എന്തായിട്ടുണ്ടോ. ഓക്കെ നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ വേണം ഗൈസ്. കോബിൾ സ്റ്റോൺ വീട്ടിൽ പോയിട്ട് എടുക്കുകയാണ് എനിക്ക് മടിയുണ്ട്. കുറച്ച് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ ഞാൻ ചത്തു. യെസ് ഗൈസ് ഒരു പ്രാവശ്യം ഞാൻ നല്ല പെടിപ്പായിട്ട് ഞാൻ ചത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് ചത്തതെന്ന് പറഞ്ഞാൽ ഷീൽഡുണ്ടായിരുന്ന കാര്യം ഞാൻ മറന്നേ പോയി. അങ്ങനെയാണ് ഗൈസ് ഞാൻ ചത്തത്. തൽക്കാലം നമ്മുടെ കയ്യിലുള്ള വാല്യബിളായിട്ടുള്ള ഐറ്റംസൊന്നും പാടില്ല. ഓക്കെ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലെന്ന് പറയാം ഗൈസ്. നമുക്ക് എന്തായാലും നമുക്ക് പോട്ടലിൻ്റെ അടുത്ത് പോകാം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടത്തേലാണ് ചെയ്തത്. ഓക്കെ 1 2 3 റെഡി 1 2 3 വെയിറ്റ് റെഡി 1 2 ഡേമേര് നല്ല സ്ഥലത്ത് പോണവണേ. ഓക്കെ 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 ഇതാ വരാത്തെ. ഹലോ ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഏതോ സ്ഥലത്ത് എത്തി ഗൈസ്.
പോലെന്ന് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ഏതോ ഒരു ഗുഹയാണ് നമ്മൾ വന്നത്. അതുപോലെ കുഴപ്പമില്ല. അത് പുറത്ത് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. ഗാസ്റ്റിൻ ശബ്ദമില്ല ഇപ്പൊ കേട്ടെ. നിങ്ങൾ എൻ്റർഫൈ ചെയ്യും. ഓ അങ്ങോട്ടല്ലേ പോയ അടിയുടെ അടിക്കൂടെ അവനെ വന്നാ അത് തന്നെ അടി ആദ്യമായിട്ടാണ് കേസ് ഇവർ രണ്ടുപേരും കാരണം ഞാൻ സഹായിക്കും. ഉമ്മി സഹായിച്ചാടാ. അമ്പ് കിട്ടിയെന്ന് തോന്നുന്നു നമുക്ക്. ഓക്കെ വന്നത് സോൾസാനല്ലേ ഇത്? അത് തന്നെ. ഇത് മാരെങ്ങനെ ഇവിടെ പോണെന്നുള്ളതാണ് ഞാൻ അറിയാത്ത. ഓക്കെ ഞാൻ മിണ്ടാതിരിക്കണത് പേടിയായിട്ടാണ്. ചവട ഓക്കെ അവനെ അങ്ങ് കൊന്നിട്ടുണ്ട്. ഇത് സോൾ സാൻഡ് ആണ് ഗൈസ്. ഓ എൻ്റെ പിന്നെ കുറച്ച് ബ്ലോക്കും എടുത്ത കയ്യിൽ. അപ്പോൾ ഞാൻ നെതറും വിസിറ്റ് ചെയ്യും. തൽക്കാലം ഗൈസ് ഇന്ന് നമുക്ക് അതെ ഇത്രയും തന്നെ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഇന്നത്തെ മൈൻക്രാഫ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും